ഇതൊരു പട്ടയോ സാറേ? ഇതാ പണ്ട് ഞാനിവിടെ ഒരു സർക്കസിന് വേണ്ടി വന്നതാ. അന്ന് ഇതൊക്കെ ഒരു വീട്ടുകാരുടെ ആയിരുന്നു. പിന്നീട് അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ ആധാരം ചെയ്ത് വാങ്ങിയതാ. പട്ടയം പട്ടയം എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ എന്താണ് പട്ടയമെന്നും എത്ര തരം പട്ടയമുണ്ടെന്നും നമുക്ക് നോക്കാം. ആ കിട്ടിയ പട്ടയ ഭൂമി കൈമാറ്റം ചെയ്യാൻ എന്തെങ്കിലും വ്യവസ്ഥകൾ ഉണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മളൊരു ഭൂമി വാങ്ങുമ്പോൾ അതിന് ആധാരമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നുമാണ് ഭൂമി വാങ്ങുന്നതെങ്കിൽ ആധാരമായിട്ടാണ് എഴുതി തരുന്നത്. എന്നാൽ നേരെ മറിച്ചൊരു ഭൂമി ഗവൺമെന്റ് ആണ് നൽകുന്നതെങ്കിൽ അത് പട്ടയമായിട്ടായിരിക്കും തരുന്നത്. ഇതൊരു സർട്ടിഫിക്കറ്റ് ആണ്. ഇതിനെയാണ് പട്ടയം എന്ന് പറയുന്നത്. പൊതുവെ രണ്ട് തരത്തിലാണ് പട്ടയമുള്ളത്. ഒന്ന്, ഭൂമിയില്ലാത്ത ആളുകൾക്ക് സർക്കാർ പതിച്ചു കൊടുക്കുന്ന ഭൂമിക്ക് നൽകുന്ന പട്ടയം. രണ്ട്, കുടികിടപ്പുകാർക്ക് നൽകുന്ന പട്ടയം. ഇത് കേരള ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരമാണ് സർക്കാർ പതിച്ചു കൊടുക്കുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ചില ഭൂമി ചിലർ കൈവശം വെച്ച് പല വർഷങ്ങളായി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അതിന് രേഖകളൊന്നും ഉണ്ടാകില്ല. അങ്ങനെയുള്ള ആളുകൾക്കും ഗവൺമെന്റ് ഭൂമി പതിച്ച് നൽകാറുണ്ട്. ഇനി പട്ടയം കിട്ടിയ ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. 17/8/2017 ഗവൺമെന്റ് ഓർഡർ 60/2017 പ്രകാരം ഒക്യുപ്പൈഡ് ലാൻഡിന് കിട്ടിയ പട്ടയം യാതൊരു ഉപാധികളും ഇല്ലാതെ കൈമാറ്റം ചെയ്യാവുന്നതാണ്. എന്നാൽ അൺഒക്യുപ്പൈഡിന് കിട്ടിയ പട്ടയം, അതായത് ഭൂരഹിതർക്ക് ഗവൺമെന്റ് പതിച്ചു നൽകി പട്ടയം കിട്ടിയ ആളുകൾക്ക് 12 വർഷക്കാലം അവർക്ക് ആ പട്ടയ ഭൂമി കൈമാറ്റം ചെയ്യുവാൻ നിയമപ്രകാരം തടസ്സമുണ്ട്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഫോളോ എൽഫോലാൻഡ്.